ചേട്ടാ, നമ്മൾ ഈ കൃഷി രീതികൾ അന്നത്തെ ആ ജീവിത രീതികളൊക്കെ പറ്റി പറഞ്ഞപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട നെല്ല് ആണ്. കാരണം നമ്മുടെ നെല്ലാണല്ലോ അന്നത്തെ കൃഷി രീതി ആശ്രയിച്ചിട്ടാണ്. അപ്പം അന്നത്തെ ആ കൃഷികളിൽ ചെയ്തിരുന്ന ആ നെൽവിത്തുകൾ ഏതൊക്കെയായിരുന്നു? അന്നത്തെ വിത്തുകളുടെ അത് കേട്ടാൽ ഇപ്പോൾ ഒരാൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലുള്ള വല്ലപ്പോൾ ചിലപ്പോൾ താങ്കൾക്ക് പിടികിട്ടിയേക്കാം. അന്നത്തെ അറിവുള്ളതുകൊണ്ടും അന്വേഷണ കൗതുകമുള്ളതുകൊണ്ടും അങ്ങനെ അത് മനസ്സിലാക്കിയെടുത്തേക്കാം. സാധാരണക്കാർക്ക് വല്ല പിടികിട്ടില്ല. ഞാനിപ്പോൾ അത് എഴുതി തന്നെ വെച്ചു അതിനെ കുറിച്ചിട്ടുള്ളത്. അന്ന് നെൽകൃഷിയും ഞാൻ പറഞ്ഞില്ലേ, നെൽകൃഷിയാണല്ലോ പ്രധാനം. അന്നത്തെ അതിന് പേര് കേട്ടാൽ ഭയങ്കര പൊന്നാര്യൻ, ചിറ്റാന്ത്യൻ, ഇട്ടിക്കണ്ടപ്പൻ, അതുപോലെ തവളക്കണ്ണൻ, സ്വർണ്ണാര്യൻ, തെക്കൻ ചീര, ഇതൊക്കെ പാടത്ത് നെല്ല് ഈ കൂട്ടുമുണ്ടങ്ങനാണ്, കൂട്ടുകൃഷിയാണ്. വെച്ചാൽ ഇതിന്റെ ചെലവ് കുറയ്ക്കാൻ വേണ്ടി കള പറിച്ചിട്ട് പിന്നെ അടുത്ത വളമൊക്കെ എടുത്തെടുക്കാം. അതുപോലെ തന്നെ അന്ന് അതാണ് അന്നത്തെ പിന്നെ പ്രധാനമായിട്ട് എൻ്റെ മനസ്സിലുള്ള അറിയുന്ന ഒരു വിത്തിനങ്ങൾ. അത് ഈ കൃഷി പറഞ്ഞാൽ അന്ന് നമ്മളിപ്പോൾ ഈ പിന്നെ പൂത്തിനെ വെച്ച് കൂട്ടുകാരണം അതല്ലാത്ത പൂന്തക്കണ്ടങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ വേറെ കൃഷി ഉണ്ട്. ഈ പൂന്തക്കണ്ട എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ആലക്കുന്ന് സ്ഥലമുണ്ടല്ലോ. അപ്പോൾ ഈ ഇടച്ചോലക്കാരുടെ ഇതിൽ ഈ തണ്ടുവരമ്പൻ ഇങ്ങനെ നടന്നിട്ട് അങ്ങ് പോകും. അപ്പോൾ അവിടെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറുന്ന ചോലക്കളം അച്ചുവേട്ടൻ്റെ വീടിൻ്റെ താഴെയുള്ള കണ്ടം ഭയങ്കര പൂന്തലായിരുന്നു. അപ്പോൾ അത് ഇവിടുത്തെ നമ്മുടെ ഈ ഇവൻ്റെ ഫാദർ ആരാ, കുഞ്ഞുവിൻ്റെ ഫാദർ ഉണ്ടായിരുന്നു ഈ മൂലക്കെ. അയാൾ അവിടെ നിന്ന് കളിക്കും, വേറെ ആരും ഉണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ വാഴത്തടയില്ലേ, വാഴത്തട ചങ്ങാടം പോലെ ആക്കിയിട്ട് അത് ഇട്ടിട്ട് അതിൽ കയറുന്നിട്ടാ കളിക്കണം. അല്ല ഇത്ര താഴും, താഴും. അങ്ങനത്തെ ഇപ്പം നമ്മുടെ ഡോക്ടർ ബിനോയ് ഒക്കെ വിറ്റിട്ട് പോയ പൂന്തക്കണ്ടായിരുന്നു. അവിടെ പൂന്തക്കണ്ടായിരുന്നു. ഇന്നിപ്പോ അത് എന്താ സുഭാഷിന്റെ അവിടെ ഭൂമിക്ക് വന്ന മാറ്റങ്ങള് നമ്മൾക്ക് ഒരിക്കലും നമുക്ക് പിന്നെ ഒരു ചിന്തിക്കാൻ കഴിയുന്നതിനൊക്കെ നമ്മളുടെ തലമുറത്തുനിന്ന് വന്ന മാറ്റങ്ങളാണ്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ മലയോര മേഖലയിലൊക്കെ മാറ്റങ്ങള് തലമുറകൾക്ക് മുമ്പ് വന്ന മാറ്റങ്ങളായിരിക്കും. പക്ഷെ നമ്മളുടെ ഈ വെള്ളം ഇത്രയും 7-8 മാസക്കാലം വെള്ളം കെട്ടി നിന്ന ആ പ്രദേശത്ത് വന്ന മാറ്റങ്ങള് ചിന്തകൾക്ക് കോൺക്രീറ്റ് ബിൽഡിംഗ് ഈ പറഞ്ഞ പൂന്തക്കാടത്താണ്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനത്തെ അതുപോലെ ഇപ്പോ അന്ന് പള്ളിയാലില് ചാമ, മുതിര, എള്ള് സ്ഥിരമാണ്. എള്ളറി അല്ലേ, എള്ളറി. ആ എള്ളിന്റെ ചെടിക്ക് ഒരു മണമുണ്ട്. അതുപോലെ തന്നെ തുവര, തണ്ടുവരമ്പനും വരമ്പനും തുമര അമരം വെച്ചിരുന്നു. പിന്നെ ഈ പള്ളിയിൽ ഏത്തക്കൊട്ടയൊക്കെ വെച്ചിട്ട് പച്ചക്കറി കൃഷി നടത്തിയിരുന്നവർക്കുണ്ടോ? അത് കണ്ടില്ല. പള്ളിയിൽ പച്ചക്കൃഷി ഉണ്ടായിരുന്നു. പച്ചക്കറി കൃഷി തേവെന്ന് പറഞ്ഞാൽ സ്ഥലം ഉപേക്ഷിച്ചു പോകും. ഇന്ന് മോട്ടോർ വെച്ച് വെള്ളം കിട്ടിയെങ്കിൽ മാത്രമേ അടിക്കുള്ളൂ. ആ കാലഘട്ടത്തില് അങ്ങനെ ആ ഒരു സംഭവമാണത്. അത് എൻ്റെ ചെറുപ്പത്തിൽ തിരുവാങ്കൂറിലേക്ക് ഓർമ്മയുണ്ട്. ഈ കായൽ വെള്ളം വരുന്നതിന് ഇതിൽ കയറ്റുന്നതിന് വേണ്ടിയിട്ട് ചക്രം, അത് പഠിക്കുന്ന പാഠപുസ്തകത്തിൽ ചക്രം ചവിട്ടുന്നുണ്ട്. ഇവിടെ കൊട്ട ഇങ്ങനൊരു തേക്കോട്ട, പിന്നെ ഏത്തക്കൊട്ട, അതിൽ കൃഷി ചെയ്തു. അങ്ങനെ ഒരു പ്രദേശങ്ങളെല്ലാം അങ്ങനെയായിരുന്നു കൂടുതലും അല്ലേ. പിന്നീട് അതെല്ലാം തന്നെ ഇപ്പൊ കവുങ്ങ് കൃഷിയും റബ്ബർ കൃഷിയും വീടുകളും അതിനാണെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു പ്രധാന വിഷയം KHDP സംബന്ധിച്ച വാഴ കൃഷി വന്നില്ല. ആ വാഴ കൃഷി നമുക്ക് ഭൂമിയിൽ ഒരു വല്ലാത്ത മാറ്റം വരുത്തി. അതാ ഫുരാൻ പോലുള്ള മരുന്നുകൾ, 4-8 പോലുള്ള മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്ന മണ്ണിരകളും സകല അതൊക്കെ വംശനാശം വന്ന മാതിരിയായിപ്പോയി. ഇനി ഏതെങ്കിലും ഒരു തലമുറയുടെ കാലത്ത് അതൊക്കെ തിരിച്ച് ഉപയോഗിക്കാനൊരു വരുമോന്ന് അറിയില്ല. മണ്ണിന്റെ ഫലഭൂഷണം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അതൊക്കെ വിപുലമായ രീതിയിൽ KHDP വന്നപ്പോ വാഴകൃഷി കർഷകനായിരുന്നു ഞാൻ, അതിന്റെ കൺവീനറായിരുന്നു. പക്ഷെ അതൊരു വല്ലാത്ത ദോഷം നമ്മുടെ നാടിന് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അത് വ്യാപകമായി എല്ലാവരും കൃഷിക്കാരായി മാറി എന്നുള്ളതാണ് വാഴകൃഷി. അതോടുകൂടിയാണ് നമുക്ക് കവുങ്ങും തെങ്ങും അവിടെ കയറി കൂടിയത്. ഞാനിപ്പോ അതിനിടയ്ക്ക് ഒരു പ്രത്യേക എനിക്ക് കടന്നു വന്നൊരു കാര്യം, ഈ പിന്നെ പാലക്കാട് ജില്ലയിലെ കുടുംബശ്രീക്ക് വാഴ കൃഷിക്ക് പൈസ കൊടുക്കുന്ന സംഭവം ഉണ്ടായി. അപ്പൊ അന്ന്
ഉപയോഗിച്ചങ്ങലേരി ഉണ്ട് കുമരമ്പത്തൂർ, അദ്ദേഹം ഞാനും വേറെ ആരും ഇപ്പം ഒരു പ്രത്യേകമായി ഇത് മാക്സിമം അടിച്ച് നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ പെണ്ണുങ്ങളുടെ 5 പേരുടെ ഗ്രൂപ്പാണ്. ചന്ദ്രനൊരു 1000 വാഴ ഉണ്ടാവും, പെണ്ണുങ്ങൾ ആ മൂലയ്ക്ക് വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് വരും. ചന്ദ്രനോട് ചോദിച്ചിട്ടുണ്ട് ഈ മൂലയ്ക്ക് വന്ന് വേറെ ഫോട്ടോ എടുത്തിട്ട് വരും. 4 മൂലയ്ക്ക് 4 ട്രൂപ്പേഴ്സ്, ചിലപ്പോൾ അത് തന്നെ എടുത്തിട്ട് വേറെ ആൾക്കാർ വരും. അപ്പോൾ ഇവിടെ പീറ്റർ ഉണ്ട്, നിങ്ങൾക്ക് കുടുംബശ്രീ പീറ്റർ, ഇത് എൻ്റെ പ്രസിഡന്റ് പറ്റില്ല, ഇത് ആ വാഴക്കൂട്ടുന്നത് നീ ഉണ്ടായിരുന്നു പൈസ മേടിച്ചിട്ട് പറഞ്ഞു ഞാൻ. പക്ഷെ അതിന് പ്രത്യേകത ഉണ്ട്, 25,000 റുപ്യ കൊടുക്കും. 25,000 10% പ്രസിഡന്റിന്റെ ദുരിതാശ്വാസത്തിൽ അടയ്ക്കണം. അങ്ങനെ 83 ലക്ഷം റുപ്യ കൊടുത്തു വന്നത് നാട്ടുകാർക്ക് വെറുതെ. ഒരാൾ ഒരു പെണ്ണ് വാഴ കൃഷി, പക്ഷെ നാട്ടിൽ മുഴുവൻ വാഴ കൃഷി ഉണ്ട്. നാട്ടിൽ മുഴുവൻ ഒരു സ്ഥലം ബാക്കിയില്ല. മറ്റുള്ളവർ അവരുടെ കുടുംബങ്ങൾ വെച്ചതുകൊണ്ട് പൈസ കിട്ടി. 5 പേർക്ക് 5,000 വെച്ച് കിട്ടിയില്ലേ. നമ്മളതിനകത്തൊരു വലിയ ഒരുപാട് പൈസ അതിന്. അതുകൊണ്ട് എന്താ ഞാനെനിക്ക് ഇന്ന് വരെ പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധി ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ സമയത്ത് ഇപ്പോഴും വിവരാവകാശ വയ്ക്കുക, എൻ്റെ 50 ലക്ഷം റുപ്യ ആൾക്കാർക്ക് കൊടുത്തു, 2,000, 1000, 10,000 വരെ കൊടുത്തുണ്ട്. പ്രസിഡന്റ് സ്വന്തം തീരുമാനമാണ് കൊടുക്കണോ വേണ്ടതെന്നുള്ളത്. അതിന് ഓഡിറ്റിംഗ് ഇല്ല. ഇപ്പം ഇനി വോട്ട് വന്നാൽ എനിക്ക് അന്നില്ല. അന്ന് അത് സ്റ്റേറ്റ് ബാങ്കിൽ അടയ്ക്കുക, കുടുംബശ്രീക്കാർക്ക് എഴുതി കൊടുക്കും, കുടുംബശ്രീ ചാർജ് ഓഫീസർ എഴുതി. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതില് നമുക്ക് തച്ചമ്പാടത്തെ പഴയ കാലത്തെ ജനങ്ങളുടെ ഒരു ജീവിത രീതി, അതായത് നമ്മുടെ വീടുകൾ കാര്യങ്ങൾ അതിനെപ്പറ്റി ഓരോ വിഭാഗം ആൾക്കാർക്ക് ഓരോ രീതിയിലൊക്കെ ആയിരുന്നല്ലോ. അത് പട്ടപ്പരയിൽ നിന്നൊക്കെ ആയിട്ടില്ലേ, അതിനെപ്പറ്റി ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും. എനിക്ക് ഓർത്ത് വേണം പറയാൻ. അതെന്നാലും അതൊക്കെ ഞാൻ കുറച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞ ഒരു പഠനം നടത്താൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രോഡീകരിച്ച ചില കാര്യങ്ങളിൽ നിന്ന് അതിനകത്ത് അന്ന് പ്രധാനപ്പെട്ട ഓടുമേഞ്ഞ കെട്ടിടങ്ങൾ എന്ന് പറയുന്നതൊക്കെ തന്നെ അപൂർവമാണ്. അതിലെനിക്ക് തോന്നുന്നത് മുസ്ലിം വിഭാഗത്തിൽ കുട്ടിമേനിക്കാരുടെ കെട്ടിടമുണ്ട്, ഓടുമേഞ്ഞതാണ്. പിന്നെ അങ്ങനെ കുറച്ച് കെട്ടിടങ്ങളുണ്ട്. പിന്നെ പ്രധാനമായും നായന്മാർക്കാണ് കെട്ടിടം. നായന്മാർ തന്നെ പല രൂപത്തിൽ സാമ്പത്തികം ഉള്ളവരും ഇല്ലാതെ കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്, സമ്പന്നരുമുണ്ട്. സമ്പന്നര് നല്ല സമൃദ്ധമായി ജീവിക്കുന്നവരും, കൂലിപ്പണിക്ക് അതിനെതിരെ ഇന്നും അതിദരിദ്രരായ കൂലിപ്പണിക്കാർ നായർ സമുദായത്തിലുണ്ട്. അപ്പോൾ അവരുടെ വീടുകളാണെന്ന് പ്രധാനമായിട്ട് ഓടിട്ട വീടുകളുണ്ടായിരുന്നത്. പിന്നെ മുസ്ലിം പ്രമാണിമാരായിട്ടുള്ള മുസ്ലിങ്ങളുടെ വീടുകളൊക്കെ ഓടിട്ടതായിരുന്നു. പിന്നെ ഈഴവരുടെ കൂട്ടത്തിൽ പ്രമാണിമാരായിട്ടുള്ള അവരുടെയും കുറച്ച് വീടുകൾ പിന്നീട് ഓടുകളൊക്കെ ആക്കിയിട്ട് വന്നു. അതായിരുന്നു ഉണ്ടായിരുന്ന ഒരു വീടുകൾ. അതിന് താഴെയുള്ള മൂത്താൻ സമുദായക്കാർ, ഇപ്പൊ ഗുപ്തൻ എന്ന് പറയുന്ന അവര് തണ്ടാമാര്, ഈഴവര്, മുസ്ലിങ്ങളുടെ ബഹുഭൂരിപക്ഷവും വരുന്നത് കരിമ്പനപ്പട്ട കൊണ്ട് മേലിഞ്ഞ പോലെ, അത് കരിമ്പനപ്പട്ട കൊണ്ട് എന്നിട്ട് അതിന് താഴ്ന്നു വരും. അത് ഉള്ളിലേക്ക് കയറി നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷെ ഉള്ളിലേക്ക് കുനിഞ്ഞു കയറണം. അത് ഓർമ്മയുണ്ട്, അതുണ്ട്. അതുപോലെ അന്നത്തെ ഒരു വലിയ സംഭവം ഇന്നത്തെ ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. പുഴയിൽ നിന്ന് മണൽ, പഞ്ചസാര പോലുള്ള മണൽ കൊണ്ടുവന്ന് മണ്ണൊരു പ്രത്യേക രൂപത്തിൽ കല്ല് കൊണ്ട് വരച്ചിട്ട് ഇതുപോലും മിനുസം വരുത്തുന്നത്. എന്തൊരു വൃത്തി അതിനുണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു. അത് ഈ പട്ടപ്പരക്കുള്ളിൽ അതിനെല്ലാം എയർപ്ലേസ് പോലെ ഇതുപോലെ തിണ്ടുകളുണ്ടാവും. അത് എങ്ങനെയാണ് അത് ചെയ്തിരുന്നു വെച്ചാൽ നമുക്ക് അതിശയം തോന്നും. ഇന്ന് ചെയ്യുന്നവർ അറിയുന്നവരുണ്ടാവില്ല, നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്കില്ല. അത് ഈ ഉരച്ചിട്ട് എങ്ങനെ ഈ മിനുസം ഉണ്ടാക്കുന്നുള്ള എത്ര നാൾ. പക്ഷെ അത് അങ്ങനെ പൊട്ടും പിടിക്കൊന്നുമില്ല. അതിൽ ഡെയിലി തുടക്കുകയും ചെയ്യും, അതിനെ നല്ല വൃത്തിയെ സൂക്ഷിക്കും. അതുപോലെ ഈ വീടുകളിലേക്ക് ഈ മൺപണി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ തിരുവാതിര കാലത്ത്. അത് ഇല്ലേ, അതന്ന് മണ്ണ് കൊണ്ട് ഒരു പ്രാവശ്യം ചെയ്യുള്ളത്. അത് ആ സമയത്തെല്ലാം തേച്ച് എല്ലാം നമ്മുടെ അതിരുകളെല്ലാം ഈ മിറ്റത്തിന്റെ അതിലങ്ങനെ, എന്നിട്ട് അതിന് ചാണകം കൊണ്ട് ചാണകം ഒഴിച്ച് ചൂല് കൊണ്ട് അടിച്ച് മുറ്റം അടിച്ച് വൃത്തിയാക്കി അല്ലേ. അങ്ങനെ ഒരു കൊയ്ത്ത് വരുന്നതിന്റെ തൊട്ട് മുമ്പും മൺപണി എടുക്കുക എന്നുള്ളൊരു, അങ്ങനെ ഈ ഓല കൊണ്ടുള്ള വീടുകളാണെന്ന് ഈ പറയുന്ന ഈ വിഭാഗക്കാർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിന് തരം ദളിതരായിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഓല കൊണ്ട് മറച്ച വീടുകൾ എനിക്ക് ഓർമ്മയുണ്ട്. ഓല സൈഡും കോളനികളൊക്കെ ഉണ്ടല്ലോ, ഓല കൊണ്ട് മറച്ച ഓലപ്പരകൾ തന്നെയായിരുന്നു.